ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ധനുഷ്കോടിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇവരുടെ ഉറക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം തമിഴ്നാട്ടിലെ റോഡുകൾ എത്ര മനോഹരമാണെന്ന്. എത്ര മനോഹരമാണ് തമിഴ്നാട്ടിലെ ഓരോ റോഡുകളും ഓരോ വഴികളും. നാട്ടിൽ നിന്നും ഏകദേശം 525 കിലോമീറ്ററുകളോളമുണ്ട് ധനുഷ്കോടിയിലേക്ക്. ഇന്ത്യയുടെ അത്ഭുതമായ പാമ്പൻ പാലം തിരിച്ചു വരുന്ന വഴിക്ക് കാണാമെന്ന് തീരുമാനിച്ചു. യാത്രയുടെ ക്ഷീണം മാറ്റി ഇനി ഞങ്ങൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴി കണ്ട അതിമനോഹരമായൊരു കാഴ്ചയാണിത്. വെള്ളപ്പരവതാനി വിരിച്ച പോലെ കടൽ തീരം നീണ്ടു കിടക്കുന്നു. രണ്ട് കടലുകൾക്കിടയിലൂടെയുള്ള ഞങ്ങളുടെ ഈ യാത്ര വ്യത്യസ്ത അനുഭവമായിരുന്നു. ഒരേ കടൽ, പക്ഷേ രണ്ട് നിറം. ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും മറുഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും. ഞങ്ങളിപ്പോൾ ഉള്ളത് ധനുഷ്കോടിയിലാണ്. വളരെ ശക്തമായ കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഒരു സ്തൂപത്തിന് ചുറ്റുമാണ്. ശ്രീലങ്കയിൽ നിന്നും വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഈ കാണുന്ന ലെൻസിലൂടെ നോക്കിയാൽ ശ്രീലങ്കയുടെ ചില ഭാഗങ്ങൾ കാണാം. ധനുഷ്കോടി നഗരത്തിൻ്റെ അവശേഷിക്കുന്ന കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നായ ധനുഷ്കോടിയിൽ 1964 വീശിയടിച്ച ചുഴലിക്കാറ്റ് ആ നഗരത്തെ പാടെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു നഗരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ കുറച്ച് ഭാഗങ്ങൾ അവശേഷിക്കുന്നു. വിശുദ്ധ അന്തോണിസിൻ്റെ ദേവാലയവും പഴയ റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും ഷിപ്പ് യാർഡും ഇന്ന് സഞ്ചാരികളെയും കാത്ത് അവശിഷ്ടമായി നിൽക്കുന്നു. ശ്രീ രാമനാഥ സ്വാമി ക്ഷേത്രമാണ് നാം ഈ കാണുന്നത്. അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്ന ഈ സമുദ്രതീരം തീർത്ഥാടകർ പുണ്യസ്നാനത്തിനും പിതൃക്കൾക്ക് ബലിയർപ്പണവും മറ്റു പൂജകളും നടത്തുന്നത് ഇവിടെയാണ്. കലാം മെമ്മോറിയലാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ കലാമിൻ്റെ വീടുമുണ്ട്. ഏകദേശം 2.5 ഏക്കർ ഭൂമിയിൽ നിർമ്മിച്ച ഈ സ്മാരകം കലാമിൻ്റെ കബറിടത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സമയം വൈകുന്നേരം 6 മണി. ഓരോ ചായയും കഴിച്ച് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. സുബഹി നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഇനി ഞങ്ങളുടെ യാത്ര ഏർവാടിയിലേക്കാണ്. സമയം രാവിലെ 5:30 മണി. ഓരോ ചായയും കഴിച്ച് പാമ്പൻ പാലത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. രാമേശ്വരത്തെ മറ്റൊരു പ്രധാന ആകർഷണമായ പാമ്പൻ പാലത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ധനുഷ്കോടിയെ ഇന്ത്യൻ വൻകരയുമായി ബന്ധിപ്പിച്ചിരുന്നത് പാമ്പൻ പാലമാണ്. പാമ്പൻ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് പാമ്പൻ പാലം എന്ന പേര് വന്നത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഏർവാടിയിലേക്കാണ്. ഏർവാടിയിലേക്കുള്ള യാത്ര മധ്യയാണ് ഈ ഉപ്പുപാടം കാണാനിടയായത്. നമ്മുടെ നാട്ടിലേക്കുള്ള നെൽപ്പാടങ്ങളെ പോലെ പരന്നു കിടക്കുന്ന വിശാലമായ പാടങ്ങൾ. ഈ പാടം കണ്ടപ്പോഴാണ് കടൽ വെള്ളത്തിൽ നിന്നല്ല ഉപ്പുണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. മൺകൂനകൾ പോലെ ഉപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഏർവാടിയിലെത്തി.
ഏർവാടിയിൽ കയറിയ ഉടനെ തന്നെ വീഡിയോ എടുക്കുന്നത് അവർ തടഞ്ഞു. ഏർവാടിയിലെ കാഴ്ചകൾ വളരെ ദയനീയമാണ്. മാനസിക രോഗികളായ ആളുകളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നു. അവരുടെ അസുഖം ഇവിടെ നിന്ന് മാറുമെന്ന വിശ്വാസത്തിലാണ് അത് ചെയ്യുന്നത്. ഏർവാടി ദർഗയുടെ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തായാണ് കാട്ടുപള്ളി ദർഗ സ്ഥിതി ചെയ്യുന്നത്. മാനസിക രോഗം മൂർച്ഛിച്ച ആളുകളെ ചങ്ങലയ്ക്കിടുന്നത് ഇവിടെയാണ്. കുറച്ചു കാലം മുമ്പാണ് ഇവിടെ തീപിടുത്തമുണ്ടായിട്ട് ചങ്ങലയിൽ ബന്ധിതരായ കുറേ ആളുകൾ മരണപ്പെട്ടത്. ആ സ്ഥലമാണിത്. ഏർവാടിയിലെ കാഴ്ചകൾ കണ്ട് ഇനി നാട്ടിലേക്ക് തിരിക്കാമെന്ന് തീരുമാനിച്ചു. വാൽപ്പാറ വഴി സോളയാർ കാട്ടിലൂടെ ഒരു യാത്രയാകാമെന്ന് തീരുമാനിച്ചു. പൊള്ളാച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിറയെ തെങ്ങിൻ തോപ്പുകളാണ്. പോകുന്ന വഴിയിൽ കണ്ട ഒരു ഇളനീർ വിൽപ്പനക്കാരുടെ അടുത്ത് നിന്ന് ഇളനീർ വാങ്ങിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഇളനീരുകളുടെ യാതൊരുവിധ രുചിയും ഈ ഇളനീരുകൾക്കുണ്ടായിരുന്നില്ല. വാൽപ്പാറയുടെ അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. ദൂരെ ആ കാണുന്നത് ആലിയാർ ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ചുരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ. വളരെ മനോഹരമാണ് ഈ റോഡിലൂടെയുള്ള യാത്ര. ഈ ചുരം നമുക്ക് നൽകുന്നത് പല ഭാഗത്തും പല രീതിയിലുള്ള കാഴ്ചകളാണ്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ സോളയാർ കാട്ടിനകത്തേക്ക് പ്രവേശിച്ചു. റോഡിന്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാടുകളാണ് കാണപ്പെടുന്നത്. മറ്റു കാടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ സോളയാർ കാട്. മറ്റു കാടുകളെ അപേക്ഷിച്ച് ഒരുപാട് വളവും തിരിവുകളുമുള്ള കാടാണ് സോളയാർ. അതിനാൽ തന്നെ വളവിൽ വല്ല ആനയും ഉണ്ടാകുമെന്നൊരു ഭയപ്പാടുണ്ടാവും മനസ്സിൽ. ഈ കാണുന്നത് ആനയുടെ ഇഷ്ടഭക്ഷണമായ ഈറ്റയാണ്. ഇവിടെ നിറയെ ആനപ്പിണ്ടവും കാണാം. ഓരോ യാത്രകളും വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകാറ്. പുതിയ അനുഭവങ്ങൾ നൽകിയ ഈ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി.